നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൊടുപുഴ KSRTC ഡിപ്പോയിൽ നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. IMA ബ്ലഡ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക ബ്ലഡ് ഡോണർ ഡേ ആചരണം നടത്തി. നടുക്കണ്ടം IMA ഹാളിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ മന്ത്രിമാർക്കിടയിൽ വിരുദ്ധാഭിപ്രായമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൊടുപുഴ നഗരത്തിന്റെയും സമീപ കേന്ദ്രങ്ങളുടെയും വികസന സ്വപ്നങ്ങളിലേക്ക് ചിറകുവിരിച്ച ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. വാർത്തകൾ വിശദമായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തെ +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഇടുക്കി നിയമസഭാ മണ്ഡലതല മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ അധ്യയന വർഷം +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന MPയുടെ എക്സലൻസ് അവാർഡ് 2026 വിതരണം ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മനുഷ്യന് സമൂഹത്തിന് ആശ്വാസമേകാൻ കഴിയുന്ന ജീവിതം കണ്ടെത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനിൽ പുഞ്ചിരി വിരിയിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിയണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. നിങ്ങൾ നേടിയ ഈ വിജയം കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഒരു വിജയമായി ഞാൻ കണക്കാക്കുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയ അധ്യാപകർ, കണ്ണിൽ എണ്ണയൊഴിച്ച് നിങ്ങൾ പഠിക്കുന്നത് കാത്തിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, അവരെയും നമുക്ക് തീർച്ചയായും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നിങ്ങൾ നേടിയിട്ടുള്ള ഈ പ്രശസ്തമായ വിജയം. ഇന്ന് MPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ എക്സലന്റ് അവാർഡ് ഭാവിയിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. നിങ്ങളെ ഇവിടെ ആദരിക്കുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ വലിയ വിജയങ്ങളുടെ ഒരു തുടക്കമായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. നന്നായി പഠിച്ചാൽ, നന്നായി ആസൂത്രിതമായ നിലയിൽ, ബുദ്ധിപരമായ നിലയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ വീരശൂര പരാക്രമിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോസിബിൾ എന്നൊരു വാക്ക് എൻ്റെ ഡിക്ഷണറിയിലില്ല. അസാധ്യമെന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ആരുടെയും ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വിചാരിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ആ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞ വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ നിന്ന് +2 SSLC പരീക്ഷകളിലും CBSE സ്കൂളുകളിൽ നിന്ന് +2 പരീക്ഷയിലും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മുഴുവൻ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. രമേശ് ചെന്നിത്തലയും ഡീൻ കുര്യാക്കോസ് MPയും ചേർന്നാണ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത്. തൊടുപുഴ മർച്ചന്റ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ റോയ്ക്ക് പോലീസ് MLA, തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻഷാദ് മുഹമ്മദ്, തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക്,
ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ CP മാത്യു, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, അധ്യാപക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ജില്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കൈവരിക്കേണ്ട ജില്ലയായിരുന്നു. പക്ഷേ ചെറിയ ഒരു ശതമാനക്കണക്കിൽ നമ്മൾ 2ാം സ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. ചെറിയ ഒരു ശതമാനക്കണക്കിൽ. അന്ന് ഇതേ വേദിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അടുത്ത വർഷം ഇതുപോലെ ഒരു അവസരമുണ്ട് എങ്കിൽ നമ്മുടെ ജില്ല സംസ്ഥാനത്ത് 1ാം സ്ഥാനം കൈവരിക്കുന്ന ജില്ലയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് അക്ഷരം പ്രതി ഇന്ന് ഈ ഹാളിൽ തടിച്ചുകൂടിയിരിക്കുന്ന നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ മുഖ്യനും മൂലയിലുമുള്ള ഓരോ വിദ്യാലയങ്ങളിൽ അത്യധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പഠനത്തിന്റെ ഉത്തുംഗ സംഘത്തിലേക്ക് കടന്നുപോയ നമ്മുടെ വിദ്യാർത്ഥികൾ, അവർ നമുക്ക് വേണ്ടി, പഴയ തലമുറയ്ക്ക് വേണ്ടി ഈ ഉജ്ജ്വലമായ വിജയം ഇന്ന് കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൊടുപുഴ KSRTC ഡിപ്പോയിൽ നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. KSRTCയിൽ കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA തൊടുപുഴ KSRTC ഡിപ്പോയിൽ വെച്ച് നിർവഹിച്ചു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ആർജവവും കരുത്തും ഇച്ഛാശക്തിയുമുള്ള സർക്കാരാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ വികസന പാതയിലൂടെ പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആ സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന വാഗ്ദാനങ്ങളും ആ സർക്കാരിന്റെ മികവ് എന്ന് പറയുന്നത് ആ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് ആ സർക്കാർ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ച കേരളത്തിൽ നമുക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധങ്ങളായ വാഗ്ദാനങ്ങൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് ഈ കേരളത്തിലെ ഓരോ വിഷയങ്ങളും വ്യക്തമായി പഠിച്ച് ഓരോ വിഷയങ്ങൾക്കും നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അതിന്റെ പരിഹാര മാർഗമെന്ന് വിവിധ കോൺക്ലേവുകൾ നടത്തി വ്യക്തമായ ധാരണയോടും കാഴ്ചപ്പാടോടും കൂടെ ഈ കേരളത്തിലെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുവാനുള്ള വ്യക്തമായ പദ്ധതിയോട് കൂടിയാണ് നമ്മളെ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ചെങ്കിൽ അന്ന് വാഗ്ദാനം ചെയ്ത ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൽ പ്രഖ്യാപിച്ച പല പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളുടെയും പല വാഗ്ദാനങ്ങളും പരസ്യമായി പ്രഖ്യാപിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ആർജവം കാണിക്കുന്ന ഒരു സർക്കാർ ആ വാഗ്ദാന പാലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ KSRTCയിലെ സൗജന്യ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് ബഹുമാനനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും വരും നാളുകളിൽ ഇത് കേരളത്തിന്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിരിക്കും. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പറഞ്ഞതുപോലെ ഒരു പുതുയുഗത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിനെ കൈപിടിച്ചുയർത്താൻ, പുതിയ ഒരു വികസന പാതയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്താൻ നമ്മുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ സർക്കാർ നടപ്പാക്കുന്ന ഓരോ ജനകീയ പദ്ധതികളും ഈ നാട്ടിലെ ഓരോ ജനത്തിനും, കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ഓരോ പൗരന്മാർക്കും അതിന്റെ ഫലം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ്. നമ്മൾ ഇതിന്റെ കക്ഷി തിരിച്ചോ ജാതി തിരിച്ചോ രാഷ്ട്രീയം തിരിച്ചോ ഒന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ ഒരു മുന്നേറ്റത്തിന് ഇതുപോലെയുള്ള ജനകീയ പ്രഖ്യാപനങ്ങളും ജനകീയ നയങ്ങളും രൂപീകരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ സർക്കാരിന് ആർജവമുണ്ട്, അതിനുള്ള കരുത്തുണ്ട്, അതിനുള്ള ഇച്ഛാശക്തിയുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ഒരു സർക്കാരും നടപ്പാക്കാൻ ധൈര്യം കാട്ടാത്ത വിപ്ലവകരമായ പദ്ധതിയാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു വിപ്ലവകരമായ ഒരു പദ്ധതിയാണ്. ഒരിക്കലും ഒരു ഗവൺമെന്റും ധൈര്യപ്പെടാത്ത പ്രഖ്യാപനമാണ്. ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ വി. ഡി. സതീശൻ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് ഏതാനും മിനിറ്റുകൾക്കകം കൂടി ചേർന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ CP മാത്യു, ഷുക്കൂർ, സുരേഷ്, ബാബു കെ, MJ ജേക്കബ്, KSRTC തൊടുപുഴ യൂണിറ്റ് ഓഫീസർ MG രാജീവ്, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ER പ്രസന്നകുമാർ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. IMA ബ്ലഡ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക ബ്ലഡ് ഡോണർ ഡേ ആചരണം നടത്തി. നടുക്കണ്ടം IMA ഹാളിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K ദീപക് വിശിഷ്ടാതിഥിയായും DMO ഇൻചാർജ് ഡോക്ടർ സുരേഷ് വർഗീസ് മുഖ്യ അതിഥിയായും പങ്കെടുത്തു. IMA ബ്ലഡ് ബാങ്ക് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ CV ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സംസാരിച്ചു. IMA ബ്ലഡ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക ബ്ലഡ് ഡോണർ ഡേ ആചരണം നടത്തി. നടുക്കണ്ടം IMA ഹാളിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. രക്തദാനം ചെയ്യേണ്ടത് അത് തങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി കൂടി കാണാൻ ഏതെങ്കിലും ഒരു ആവശ്യ ഘട്ടത്തിൽ നമുക്ക് അതിലേക്ക് എത്തപ്പെടാൻ ഉള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. മുമ്പ് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തതയാർന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഒരുമിച്ച് കൂടുന്ന സമൂഹം എന്നുള്ളതായി. ഇപ്പോൾ പക്ഷേ കാലഘട്ടം മാറിയതിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒരു ആക്സിഡന്റ് നടക്കുന്ന ഒരു സൈറ്റിൽ മുമ്പുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ആ ആക്സിഡന്റിന്റെ റിക്കവറി അതേപോലെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ മുഖം തിരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് കൂടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലാകുന്നു എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ പൈതൃകവും പാരമ്പര്യവും കൂടുതൽ ശക്തിമത്താവുന്ന തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതിൻ്റെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത നിലനിൽക്കുന്ന ഒരു വശത്ത്. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K ദീപക് വിശിഷ്ടാതിഥിയായും DMO ഇൻചാർജ് ഡോക്ടർ സുരേഷ് വർഗീസ് മുഖ്യാതിഥിയായും പങ്കെടുത്തു. IMA ബ്ലഡ് ബാങ്ക് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ CV ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി സീനിയർ മെമ്പർ ഡോക്ടർ K സുദർശൻ, IMA ഡിസ്ട്രിക്ട് കൺവീനർ ഡോക്ടർ തോമസ് എബ്രഹാം, IMA തൊടുപുഴ സെക്രട്ടറി ഡോക്ടർ ജെറിൻ റോമിയോ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS സലീംകുട്ടി, ഡോക്ടർ സോണി തോമസ്, ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC ചാക്കോ, മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രൊഫസർ KM തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ ചാൾസ് K തോമസ് സ്വാഗതവും ചീഫ് ടെക്നീഷ്യൻ N ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ മന്ത്രിമാർക്കിടയിൽ വിരുദ്ധാഭിപ്രായമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൂടാതെ ഇടുക്കിയിലെ ചക്രമുടി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ ഒരു കയ്യേറ്റവും അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കുന്നതിനായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ മന്ത്രിമാർക്കിടയിൽ വിരുദ്ധാഭിപ്രായമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SIT സംഘം പ്രവർത്തിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ്. അന്വേഷണം പൂർത്തിയാകട്ടെ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആദ്യം വേണ്ടത് SIT ഓൾറെഡി ഉണ്ടല്ലോ, കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ കോടതി കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. കോടതി നിയന്ത്രണം SIT ആണ്. ആ SIT റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കാത്തതാണ്. വ്യത്യസ്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നടക്കുന്ന എന്താണ്, കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമാണ്. കോടതിയാണ് ഈ SIT വെച്ചത്, ഗവൺമെന്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ റിപ്പോർട്ട് കൊടുക്കട്ടെ, കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യം. ഇടുക്കിയിലെ ചക്രമുടി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതിനാലാണ് ഉദ്യോഗസ്ഥർ തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാനവിടെ സന്ദർശിച്ചതോടുകൂടിയാണ് ചക്രമുടിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ശക്തമായ ഇപ്പോഴും അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ അതിന് ആ കയ്യേറ്റമാണ്. അത് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ഒരു കാരണവശാലും കയ്യേറ്റം അത് ചെയ്യുന്ന ആളുകളെ നിയമത്തിൽ നിന്നും കൊണ്ടുപോകും.
കയ്യേറ്റത്തിലുപരി അവിടെ തെഫ്റ്റ് എന്നുള്ളൊരു എലമെന്റ് കൊടുത്തു. കാരണം മരങ്ങൾ മുറിച്ച് കടത്തിയിട്ടുണ്ട്, സർക്കാർ ഭൂമി നേരത്തെയുള്ള കാര്യമാണ്. അതിനെപ്പറ്റിയാണ് ആലോചിച്ചത്. പിന്നെ അത് പട്ടയം കൊടുത്തവരുടെ നടപടി ഉണ്ടായി. ഇനി ഫർദറായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. സസ്പെൻഷൻ കഴിഞ്ഞ് ദിവസം ജോലിയിൽ തിരിച്ചെത്തി ഒരു പീനൽ ആക്ഷൻ ആരോപണ വിധേയനായ അതെന്താണ് പരിശോധിക്കുന്നത്? എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും. അതെന്താണെന്ന് പരിശോധിക്കും. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതിനായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കോലാനി അമരങ്കാവിനെ കവർച്ചയിലൂടെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേവി ഭക്തരുടെ നേതൃത്വത്തിൽ നാമജപവും പ്രതിഷേധ സംഗമവും നടത്തി. കോലാനി കവലയിൽ നടന്ന പ്രതിഷേധ പരിപാടി കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് TS രാജൻ ഉദ്ഘാടനം ചെയ്തു. കോലാനി ദേവസ്വം പ്രസിഡന്റ് S ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. നാരായണ ഭദ്രേ നാരായണ ദുർഗേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ. തൊടുപുഴ കോലാനി അമരംകാവിനെ കവർച്ചയിലൂടെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേവി ഭക്തരുടെ നേതൃത്വത്തിൽ നാമജപവും പ്രതിഷേധ സംഗമവും നടത്തി. കോലാനി കവലയിൽ നടന്ന പ്രതിഷേധ പരിപാടി കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് TS രാജൻ ഉദ്ഘാടനം ചെയ്തു. സനാതന ധർമ്മത്തില് വിശ്വാസം അത് ദേവിയോടാണെങ്കിലും ദേവനോടാണെങ്കിലും എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞാൻ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുമതലപ്പെട്ട ഒരു ആളാണ്. കാഞ്ഞിരമറ്റം മഹാദേവനാണ് പ്രതിഷ്ഠ എങ്കിൽ ആ മഹാദേവനെ പറയുന്നത് പ്രകൃതിയുടെ ദേവനാണ്. അദ്ദേഹത്തിൻ്റെ ശിരസിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പുണ്യ നദിയായ ഗംഗ ഉത്ഭവിക്കുന്നത് എന്നാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. അതേപോലെ മഹാദേവൻ കൈലാസപതിയാണ്. ഈ പ്രകൃതിയിലെ മലയും പുഴയും വനങ്ങളുമെല്ലാം നമ്മൾ ഒരു ദൈവിക സങ്കല്പത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ നശിപ്പിക്കാതെ അതിനെ ആരാധിച്ചുകൊണ്ട് അതിനെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. കോലാനി ദേവസ്വം പ്രസിഡന്റ് S ഭാസ്കരൻ നായർ അധ്യക്ഷനായി. ദേവസ്വം വൈസ് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ R അജി, നഗരസഭാ കൗൺസിലർ ഉമാ രാജേഷ്, PG ജയകൃഷ്ണൻ, VK ബിജു, N രവീന്ദ്രൻ, കൗസ്തഫ് KM, PK സുധാകരൻ, വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളായ PK മഹാദേവൻ, അനീഷ് ഹരിശാന്ത്, ശ്രീകുമാർ VK, വിവിധ ക്ഷേത്രം ഭാരവാഹികളായ PK സോമരാജൻ, സുദീപ് കാവുകാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോലാനി കവലയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. വിവിധ ഹൈന്ദവ സംഘടനാ ക്ഷേത്ര ഭരണസമിതി നേതാക്കൾ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇക്കഴിഞ്ഞ ജൂൺ 1 കോലാനി അമരങ്കാവ് ക്ഷേത്രത്തിൽ ഭക്തമനസ്സുകളെ മുറിവേൽപ്പിച്ച അതിക്രമവും മോഷണവും നടന്നത്. ക്ഷേത്രത്തിലെ 3 കാണിക്കവഞ്ചികൾ തകർത്ത് 15,000 രൂപയോളം കവർന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹവും മറിച്ചിട്ടു. മോഷണത്തിന് ശേഷം പ്രദേശത്ത് മഞ്ഞൾപ്പൊടി വിതറിയ പ്രതികൾ തെളിവ് നശിപ്പിക്കാനായി CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVRും എടുത്താണ് കടന്നുകളഞ്ഞത്. പുലർച്ചെ നട തുറക്കാനെത്തിയ മേൽശാന്തിയാണ് മോഷണ വിവരം ആദ്യം കണ്ടത്. തൊടുപുഴ പോലീസ് നിലവിൽ സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. സംഭവം നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരത്തിന്റെയും സമീപ കേന്ദ്രങ്ങളുടെയും വികസന സ്വപ്നങ്ങളിലേക്ക് ചിറകുവരിച്ച ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നഗരവികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്ന സമഗ്ര ചർച്ചയും ഇതോടനുബന്ധിച്ച് നടന്നു. ഉപാസന ഡയറക്ടർ ഫാദർ ജോൺസൺ പാലപ്പിള്ളിൽ CMI അധ്യക്ഷത വഹിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, മനോജ് കോക്കാട്ട് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു.
തൊടുപുഴ നഗരത്തിന്റെയും സമീപ കേന്ദ്രങ്ങളുടെയും വികസന സ്വപ്നങ്ങളിലേക്ക് ചിറകുവിരിച്ച് ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടത്തി. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ സെമിനാറിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. നഗരവികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്ന സമഗ്ര ചർച്ചയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. ഉപാസന ഡയറക്ടർ ഫാദർ ജോൺസൺ പാലപ്പിള്ളിൽ CMI അധ്യക്ഷത വഹിച്ചു. ദൈവം വസിക്കുന്ന നാടാണ് തൊടുപുഴയെന്നും ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ് ഇവിടെ ഉള്ളതെന്നും ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് വിഷയ അവതരണത്തിന് ശേഷം യോഗത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും തൊടുപുഴയിൽ ഞാൻ പല വേദികളിൽ സംസാരിച്ച കാര്യമാണ്. തൊടുപുഴയിൽ ടൂറിസത്തിനുള്ള അനന്തമായ സാധ്യതകൾ. ഞാൻ എല്ലാ വേദിയിലും പറയുന്ന പോലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവം വസിക്കുന്ന നാടാണ് തൊടുപുഴ എന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ നാട്ടില് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ പല നിയോജകമണ്ഡലം ഇല്ലാത്ത സംഭവം തൊടുപുഴയില്ല. തൊടുപുഴയ്ക്ക് ഹൈറേഞ്ചസ് ഉണ്ട്. ഇടുക്കി പാക്കേജ് ഉൾപ്പെടെ ജില്ലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ അടുത്ത ദിവസം ജില്ലയിലെത്തുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഞാൻ ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ പ്രതിനിധിക്കുന്ന ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 7 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സാധ്യതകൾ കണ്ടറിഞ്ഞുകൊണ്ട് വികസന പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പിലാക്കുക എന്നുള്ള ആ ഒരു സങ്കല്പമാണ് പണ്ട് മുതൽക്കേ നമ്മൾ കണ്ടു കേട്ട് ശീലിച്ച് പോന്നിട്ടുള്ളത്. അതിലാണ് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത്. പക്ഷേ അപാകത സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പലപ്പോഴും പല വികസന പദ്ധതികളുണ്ട്. വികസന പദ്ധതികളെല്ലാം അത് ഏതായാലും അത് സാധ്യതകൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുള്ളതിൻ്റെ പരമപ്രധാനമായ പ്രശ്നം ഞാനിവിടെ സൂചിപ്പിച്ചതായിട്ടുള്ള ആ ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ ഇനി അതിനെ മെച്ചപ്പെട്ട കോർഡിനേഷന്റെ അഭ്യർത്ഥനയോ മൂലമാണ്. തൊടുപുഴയുടെ അതിശയകരമായ വളർച്ചയാണ് ഇവിടുത്തെ ഗതാഗതക്കുരുക്കിനും മറ്റും കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ പറഞ്ഞു. ഇത് പരിഹരിക്കാൻ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണമെന്നും മാലിന്യ നീക്കം ഉൾപ്പെടെ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കണമെന്നും ഷീല സ്റ്റീഫൻ പറഞ്ഞു. കായിക താരങ്ങൾക്കായി നല്ല കളിസ്ഥലങ്ങൾ ഒരുക്കാനും തൊടുപുഴയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും സർക്കാർ സഹായം ഉറപ്പാക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ പറഞ്ഞു. മനോജ് കോക്കാട്ട്, സാലി S മുഹമ്മദ്, കൃഷിവകുപ്പ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ KP സെലീനമ്മ, സോഷ്യൽ സർവീസ് ആൻഡ് സ്റ്റഡി സെന്റർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് MD തങ്കച്ചൻ, മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ GS മധു, വിഷ്ണു നമ്പൂതിരി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീനാഥ് വിഷ്ണു, ലൂണാർ ഗ്രൂപ്പ് ഡയറക്ടർ ജൂബി ഐസക്, ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ്, BCCI മുൻ വൈസ് ചെയർമാൻ TC മാത്യു, മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി MS പവനൻ, ജനകീയ ആസൂത്രണ പദ്ധതി മുൻ ജില്ലാ കോർഡിനേറ്റർ MM ഷാഹുൽ ഹമീദ്, ട്രാക്ക് പ്രസിഡന്റ് സണ്ണി തെക്കേക്കര എന്നിവർ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വത്സ ജോൺ, മുഹമ്മദ് അമീർ, ഉപാസന സെക്രട്ടറി ഡോക്ടർ സാബു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്സിൽ സ്കോളർഷിപ്പും സ്റ്റൈഫൻ വിതരണവും ആദരിക്കലും നടത്തി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനവും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ സ്റ്റൈഫൻ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ വണ്ണപ്പുറത്ത് പ്രവർത്തിക്കുന്ന നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്സിൽ വിവിധ കലാപരിശീലനം നടത്തുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പ് കൃത്യമായി വിനിയോഗിച്ച് കലാപരിശീലനം ചെയ്ത കുട്ടികൾക്ക് സ്റ്റൈഫൻഡായി അനുവദിച്ച ക്യാഷിന്റെ വിതരണവും നടത്തി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനവും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ സ്റ്റൈഫൻ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. നാം ചിന്തിച്ചാൽ വളരെ പ്രാധാന്യമുള്ള പേരാണ്. കാരണം നർത്തനം ഇത് ഉണ്ടായത് ശിവഭഗവാനിൽ നിന്നുമാണ്. ഉത്തരേന്ത്യയിലെ കൽഗിൽ താണ്ഡവമാടുന്ന ശിവഭഗവാനെ നാം കാണുന്നുണ്ട്. ഈ അഖിലാണ്ടത്തെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് താണ്ഡവമാടുന്ന ശിവഭഗവാൻ. ദക്ഷിണേന്ത്യയിൽ ചിദംബരത്ത്
ശൃംഗാരത്തോടു കൂടി നർത്തനമാടുന്ന ശിവഭഗവാനെ വീണ്ടും കാണുന്നത്. ഇവിടെ ശൃംഗാരവും നർത്തനവും വന്നിരിക്കുന്നു. അങ്ങനെ നർത്തനം അല്ലെങ്കിൽ നൃത്തം അത് നമ്മുടെ കലകൾ, കളികൾ, നൃത്തം, സംഗീതം തുടങ്ങിയുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കും ആദരവൊരുക്കി. വാർഡ് മെമ്പർ ബീന സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി KH നൌഷാദ്, ട്രഷറർ MG പ്രിൻസ് എന്നിവർ ആശംസകൾ നേർന്നു. രക്ഷാധികാരി ഷജി കണ്യാലിൽ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ AN രാമചന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നർത്തനയിൽ നിന്നും വിതരണം ചെയ്ത കൂപ്പണുകളുടെ നറുക്കെടുപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ നിർവഹിച്ചു. നൃത്തം, സംഗീതം, ചിത്രരചന, വയലിൻ, ഗിറ്റാർ, കീബോർഡ്, പിയാനോ എന്നിവയിൽ അഡ്മിഷൻ തുടരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഫോൺ 9605609050 9605609050. ഗ്രീൻ ക്രാഫ്റ്റ് ഡിസൈൻസ് ആൻഡ് ബിൽഡേഴ്സ് വെസ്റ്റ് കോടിക്കുളം വട്ടക്കാട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബിൽഡിംഗ് പ്ലാൻ, 3D ഡിസൈനിംഗ്, എസ്റ്റിമേറ്റ്, കൺസ്ട്രക്ഷൻ, റിനോവേഷൻ തുടങ്ങി നിർമ്മാണ സംബന്ധമായ എല്ലാ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകും. കഴിഞ്ഞ 7 വർഷമായി ബിൽഡിംഗ് പ്ലാൻ, ഡിസൈൻ നിർമ്മാണ മേഖലയിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രീൻ ക്രാഫ്റ്റ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ പുതിയ ബ്രാഞ്ച് വെസ്റ്റ് കോടിക്കുളം വട്ടക്കാട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ബിൽഡിംഗ് പ്ലാൻ, 3D ഡിസൈനിംഗ്, എസ്റ്റിമേറ്റ്, കൺസ്ട്രക്ഷൻ, റെനോവേഷൻ, പെർമിഷൻ ഫില്ലിംഗ്, ഇന്റീരിയർ ഡിസൈൻ, ലാൻഡ്സ്കേപ്പിംഗ്, CCTV, ഗേറ്റ് ഓട്ടോമേഷൻ മുതലായ എല്ലാ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രീൻ ക്രാഫ്റ്റ് ഡിസൈൻസ് ആൻഡ് ബിൽഡേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രസ്ഥാനം ഒരു വൻ വിജയമാകട്ടെ. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ ദിനോന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. DCC പ്രസിഡന്റ് CP മാത്യു, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ, മുൻ പ്രസിഡന്റ് സുരേഷ് ബാബു, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ മേഖലയിലെ ചിലവുകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാത്തരം ജനവിഭാഗങ്ങൾക്കും മിതമായ നിരക്കിൽ മികച്ച സേവനങ്ങൾ നൽകുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഇവിടെ ലഭിക്കുന്ന സർവീസുകൾ കെട്ടിട നിർമ്മാണ സംബന്ധമായ ബിൽഡിംഗ് പ്ലാൻ, എസ്റ്റിമേറ്റ്, അതിൻ്റെ 3D വ്യൂസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, പഴയ വീടുകൾ പുതുക്കി പണിയുന്ന റെനോവേഷൻ വർക്കുകൾ, പിന്നെ CCTV വർക്കുകൾ, അതോടൊപ്പം ഗേറ്റ് ഓട്ടോമേഷൻ വർക്കുകൾ തുടങ്ങി സർവീസുകൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ്. അതോടൊപ്പം ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട സർവീസുകളും ഇവിടെ ലഭ്യമാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9497529316 എന്ന നമ്പറിൽ. മൂലമരുന്നിൽ നിന്നും സർവീസ് ആരംഭിച്ച പ്രിയദർശിനി ബസിന് അറക്കുളം അശോക കവലയിൽ സ്വീകരണം നൽകി. വ്യാപാരികൾ, ഓട്ടോ തൊഴിലാളികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുൾ കരീം, സിബി പാറത്തറയിൽ, ജെയിംസ് ജോർജ്, അജി കുന്നത്ത്, KS വിനോദ്, ഷാജു വടക്കേപ്പറമ്പിൽ, PS അൾസർ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി P. ജോസ്, പ്രിൻസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയവർ ആദ്യ ട്രിപ്പിൽ യാത്ര ചെയ്തു. മുട്ടത്ത് നടക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. മുട്ടം, കരികുന്നം, കുടിയത്തൂർ പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. ഏതാനും ചില ജോലികൾ കൂടി പൂർത്തിയായാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം വൈദ്യുതി ട്രാൻസ്ഫോമർ സ്ഥാപിക്കണം. ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് 5 മോട്ടോറുകളും മാത്തപ്പാറയിലെ പമ്പ് ഹൗസിലേക്ക് 1 മോട്ടോറും എത്താനുണ്ട്. കൂടാതെ കുറച്ച് ഗാർഹിക ലൈനുകളുടെ ജോലി കൂടി പൂർത്തിയായാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകും. മലങ്കര ജലാശയത്തിൽ മാത്തപ്പാറയിലെ കിണറിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് ജലം പെരുമറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ശുദ്ധീകരണ ശാലയിലേക്ക് എത്തിക്കും. ശുദ്ധീകരിച്ചതിനു ശേഷം കുടിയത്തൂർ പഞ്ചായത്തിലെ ടാങ്കിലേക്കും കരികുന്നം പഞ്ചായത്തിലെ പൊന്നന്താനത്തും മുട്ടം പഞ്ചായത്തിലെ ഏതാനും സ്ഥലങ്ങളിലേക്കും ഈ വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കും. പ്രതിദിനം 11 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയുന്ന ശുദ്ധീകരണശാലയാണ് പെരുമറ്റത്ത് നിർമ്മാണം പൂർത്തിയായി വരുന്നത്. ഇവിടെ പ്രധാന ജോലികളെല്ലാം പൂർത്തീകരിച്ചു. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ജോലികളാണ് ഇനി പുരോഗമിക്കുന്നത്. പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നിലവിലുള്ളതും ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാകുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാനായെന്ന സന്തോഷത്തോടെയാണ് ഈ ബസ്സിൽ യാത്ര തുടങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇത് വെറുമൊരു ബസ് യാത്രയല്ല, കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുകയും അവരെ സ്വയം പര്യാപ്തതയിലേക്കും സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയുടെ തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയുഗ കേരളത്തിലേക്കുള്ള UDF സർക്കാരിന്റെ നിർണായക ചുവടുവെപ്പ് കൂടിയാണ് ഈ യാത്രയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കുന്ന മാറ്റം എല്ലാ വീടുകളിലും ഉണ്ടാകും. പ്രത്യേകിച്ചും ജോലി സംബന്ധമായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുന്ന 10,000-കണക്കിന് സ്ത്രീകൾക്ക് ഇത്രയും നാൾ ടിക്കറ്റിന് വേണ്ടി മുടക്കിയിരുന്ന പണം അവരുടെ ചെറിയൊരു സമ്പാദ്യമായി മാറട്ടെ. അത് ആ സ്ത്രീയുടെ ആത്മവിശ്വാസവും മനക്കരുത്തും വർദ്ധിപ്പിക്കും. നൽകിയ വാക്കുകളൊക്കെ പാലിക്കുക തന്നെ ചെയ്യും. കാരണം അതൊക്കെ കേരളത്തിലെ ജനങ്ങളോടാണ് ഞങ്ങൾ പറഞ്ഞത്. സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് പുതിയുഗ കേരളത്തിലേക്കുള്ള യാത്രയിൽ ഈ സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തതോടെ തുടക്കമായി. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. വലിയ അലൂമിനിയം പാത്രവുമായി മത്സ്യ വിപണനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നഗരങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഈ നഗരത്തിലേക്ക് ഹോം മെയ്ഡായി ഫ്ലാറ്റുകളിലും വില്ലകളിലും 3-4 ഫ്ലാറ്റുകളിൽ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്ത് രാവിലെ എത്തി
സന്ധ്യ എങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന പാവപ്പെട്ട സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ജീവനക്കാർ, പല തട്ടിലുള്ള സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ, ആശുപത്രികളിലേക്ക് വരുന്നവർ, ബാങ്കുകളിൽ പോകാൻ വരുന്നവർ, സർക്കാർ ഓഫീസിൽ പോകാൻ വരുന്നവർ എത്രയോ പേരാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവം സ്ത്രീകളാണ്. പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപ എന്ത് ചെയ്യണമെന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ SLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ബിരുദതലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ട് പ്രതിഭാ സംഗമം 2026 നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും ബിരുദതലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ട് പ്രതിഭാ സംഗമം 2026 നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അബു ജോൺ ജോസഫ് MLA പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ സംഗമങ്ങളിലെല്ലാം ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, എൻ്റെ മുന്നിലിരിക്കുന്നത് നമ്മുടെ ഈ നാടിൻ്റെ പ്രതീക്ഷയാണ്, തൊടുപുഴയുടെ പ്രതീക്ഷയാണ്, ഉടുമ്പന്നൂരിൻ്റെ പ്രതീക്ഷയാണ്. ഇന്നിരിക്കുന്ന ഓരോ കുട്ടികളും തങ്ങൾ പഠിച്ചിരുന്ന ആ മേഖലകളിൽ ഈ പറഞ്ഞതുപോലെ കഠിനമായ ഒരു പ്രയത്നത്തിലൂടെ ആ കുട്ടികൾ അവരുടെ അന്നത്തെ പോർഷൻസ് ഇരുന്ന് പഠിച്ച് അത് മറ്റ് ഡിസ്റ്റർബൻസുകളുടെ ഒരു ലോകമാണ്. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ മറ്റ് ദൃശ്യ മാധ്യമങ്ങൾ ഒക്കെ നമുക്ക് പഠനത്തിൽ നമുക്ക് മനസ്സ് ഇരുത്തി പഠിക്കുന്നതിനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകങ്ങളൊക്കെ തരണം ചെയ്ത് കഠിനാധ്വാനത്തോടെ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു വിജയത്തിന് നിങ്ങൾ കുറച്ച് മറ്റു പലരോടും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടാകും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീന നവാസ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ എൽദോസ്, സ്ഥിരം സമിതി അംഗങ്ങളായ നൈസി ഡെനിൽ, ടോമി ജോസഫ്, മറ്റ് ജനപ്രതിനിധികളായ ജോൺസൺ കുര്യൻ, ഷെമീന PK, ആഷ്ന അഷറഫ്, ബിജോ ജേക്കബ്, മനോജ് PB, ബിന്ദു ഗംഗാധരൻ, ശ്രീദേവി സാബു, മനു CL, ശരത് ചന്ദ്രൻ, ബിജിത ഷിബു, പ്രിൻസ് ജോർജ്, KG ഷിബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായ മനോജ് തങ്കപ്പൻ, SCB ബാങ്കി പ്രതിനിധി NJ മാമച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി സുനിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൊടുപുഴ KSRTC ഡിപ്പോയിൽ നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. IMA ബ്ലഡ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക ബ്ലഡ് ഡോണർ ഡേ ആചരണം നടത്തി. നടുക്കണ്ടം IMA ഹാളിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ മന്ത്രിമാർക്കിടയിൽ വിരുദ്ധാഭിപ്രായമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.
കേരളത്തിന്റെയും സമീപ കേന്ദ്രങ്ങളുടെയും വികസന സ്വപ്നങ്ങളിലേക്ക് ചിറകുവിരിച്ച ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.